അഞ്ജനം തൊടും കുഞ്ഞു പൂക്കളും പ്രമദവനം വീണ്ടും കുമാരാ നീ കാട്ടിൽ വസിക്കണം 14 വർഷം. നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ട് എത്തുന്നത് മലയാളികൾക്കേറെ സുപരിചിതനായ ഒരു ഗായകനാണ്. കുറേയേറെ വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യമുള്ള, എനിക്കേറെ ബന്ധമുള്ള ഒരു പ്രിയമിത്രമാണ്. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലും ഗാനമേള വേദികളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബിനു ആന്റണി. അപ്പോൾ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിലേക്ക് സ്വാഗതം. ഏറെ വർഷങ്ങളായിട്ട് നമ്മൾ പരിചിതരാണ്. അപ്പം തന്നെയുമല്ല, നിരവധി ഗാനമേള വേദികളിൽ ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. കൂടാതെ സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമാണ്. ഓരോ പാട്ടുകളും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്ന എല്ലാം തന്നെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള പാട്ടുകൾ പാടുമ്പോൾ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അടിപൊളി ഗാനങ്ങളോടൊപ്പം അവർക്ക് പഴയ മെലഡീസ് ആയിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാൻ അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ആ ഗാനമേള കൂട്ടത്തിനിടയിലുണ്ട്. ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് ആരോ ഒരാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട്, എന്തിനാണ് ഞങ്ങളെ പോലുള്ള പാട്ടുകാർ, ഞങ്ങൾക്ക് പാട്ടിന്റെ എണ്ണം കുറയുന്നു, ഇതുപോലുള്ള പാട്ടുകൾ അപ്രത്യക്ഷമാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില പരാതികളൊക്കെ പറയാറുണ്ട്. ഏകദേശം ഒരു 2-3 ഫസ്റ്റിലൊരു ഭക്തിഗാനം, പിന്നെ ഒരു സിനിമ മെലഡി സോങ് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പുറമോട്ടൊരു വലിച്ചിലാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പിന്നെ ഇടയ്ക്ക് വന്നൊരു സെമി ക്ലാസിക്കൽ ഗാനം, പിന്നെ പ്രേക്ഷകർ ഈ ഇച്ചിരി അടിച്ചു പൊളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും അതിലേക്ക് വരും, സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. പക്ഷേ ഞാൻ ഈയിടെ അടുത്തൊരു കവിയുടെ ഒരു പ്രോഗ്രാം വെച്ചപ്പോൾ അവിടെ പഴയ ഗാനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്ക് അടിപൊളി കുറച്ച് മതി, അവർക്ക് മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളാണ്, നിലനിൽക്കുന്ന ഗാനങ്ങൾ. അങ്ങനെ ഞാൻ എൻജോയ് ചെയ്ത് കുറച്ച് നല്ല സന്തോഷകരമായിട്ടൊരു പ്രോഗ്രാം കഴിഞ്ഞിടയ്ക്കാണ് ചെയ്തത്. ഞാൻ പറഞ്ഞത് ഈ അടിപൊളി മാത്രം എന്നല്ല, പാട്ടിനെ ഏത് പാട്ടിനെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു ആസ്വാദകന്റെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് ഗാനമേള വേദികൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടാറുള്ളത്, ശരിക്കും എന്നെ ഒരു പോപ്പുലർ ആക്കിയത്, അതായത് ജനങ്ങൾക്കിടയിലേക്ക് ഒരു സ്ഥാനം കൊണ്ടുവന്നത് സുഗമദേവി എന്നുള്ള സോങ് ആണ്. അതിനകത്ത് അനുപല്ലവിയിലെ ചരണത്തിൽ തുടങ്ങുന്ന ഭാഗമാണ് കൂടുതലും പ്രേക്ഷകർക്ക് കൂടുതൽ. അതെ. അഞ്ജനം തൊടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാ പൂവിലിയും അഞ്ജനം തൊടും കുഞ്ഞു പൂക്കളും അഞ്ചിതമാ പൂവിലിയും അഴകിൽ കോതിയ മുടിയിൽ തിരുകി, അഴകിൽ കോതിയ മുടിയിൽ തിരുകി, കളമൊഴികൾ കുശലം ചൊല്ലും, കളമൊഴികൾ കുശലം ചൊല്ലും. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ പ്രിയപ്പെട്ട ബിനു ആന്റണി ആലപിച്ച സുഖമോ ദേവിയിൽ ഒരു ഒറ്റ ഗാനം മതി പ്രിയപ്പെട്ട ഈ കലാകാരനെ നമുക്ക് തിരിച്ചറിയാൻ. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശേഷവുമായിട്ട് എത്താം. അതുവരേക്കും